നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനത്തിന്റെ ടോയ്ലറ്റിൽ സംശയകരമായ പാക്കറ്റ്, ബോംബ് ഭീഷണിയെ തുടർന്ന് ഒടുവിൽ അടിയന്തരമായി തിരിച്ചിറക്കി. പിന്നാലെ സംഭവിച്ചത് വിമാനത്തിന്റെ ടോയ്ലറ്റിൽ സംശയകരമായ പാക്കറ്റ് കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തരമായി തിരിച്ചിറക്കി. ബോംബ് ഭീഷണിയെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയ വിമാനത്തിൽ വിശദമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ വസ്തു സംബന്ധിച്ച ആശങ്ക ഒടുവിൽ ചിരിക്ക് വഴിമാറുകയായിരുന്നു. പനാമയിൽ നിന്ന് അമേരിക്കയിലെ ഫ്ലോറിഡയിലേക്കുള്ള വിമാനത്തിലാണ് സംശയകരമായ പാക്കറ്റ് കണ്ടെത്തിയതോടെ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. പനാമ സിറ്റിയിൽ നിന്ന് ഫ്ലോറിഡയിലെ ടാംപയിലേക്കുള്ള കോപ എയർലൈൻസ് വിമാനമാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ബോയിംഗ് 737-800 വിഭാഗത്തിൽപ്പെടുന്ന വിമാനം റൺവേയിൽ നിന്നും മറ്റ് വിമാനങ്ങൾക്ക് അടുത്തുനിന്ന് മാറ്റിയ ശേഷം യാത്രക്കാരെ എല്ലാം വിമാനത്തിൽ നിന്ന് പുറത്തിറക്കി പരിശോധന നടത്തുകയായിരുന്നു. 144 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പ്രാദേശിക സമയം രാവിലെ 10:59 വിമാനം തിരികെ ലാൻഡ് ചെയ്തതെന്ന് പനാമ സിവിൽ ഏവിയേഷൻ അതോറിറ്റി സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. തുടർന്ന് പോലീസിന്റെ എക്സ്പ്ലോസീവ് യൂണിറ്റ് വിമാനത്തിനുള്ളിൽ വിശദമായ പരിശോധന നടത്തുകയായിരുന്നു. ടോയ്ലറ്റിൽ കണ്ടെത്തിയ സംശയകരമായ വസ്തു മുതിർന്നവർ ഉപയോഗിക്കുന്ന ഡയപ്പറാണെന്ന് പിന്നീട് പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്ന കവറിൽ ഭദ്രമായി പൊതിഞ്ഞാണ് ഡയപ്പർ വെച്ചിരുന്നത് എന്ന് എയർപോർട്ട് സുരക്ഷാ മേധാവി ജോസ് കാസ്ട്രോ പറഞ്ഞു. സംശയകരമായി കണ്ടെത്തിയ പാക്കറ്റിന്റെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആശങ്കയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. എന്നാലും ഇത് ഡയപ്പറാണെന്ന് കണ്ടെത്തിയതോടെ ഈ ആശങ്ക ഒഴിയുകയായിരുന്നു. അതേസമയം മറ്റൊരു സംഭവത്തിൽ പ്രമേഹ രോഗിയാണെന്ന പേരിൽ യാത്രയ്ക്ക് തൊട്ടു മുൻപ് വിമാനത്തിൽ നിന്ന് ഇറക്കിവിട്ടതായി പരാതിപ്പെട്ട യാത്രക്കാരി UK സ്വദേശിനിയായ ഹെലൻ ടെയ്ലർ എന്ന 52-കാരിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഒക്ടോബർ 2 ഈ സംഭവം. ഹെലനും ഭർത്താവും കൂടി റോമിലേക്കുള്ള യാത്രയിലായിരുന്നു. വിമാനമെടുക്കാൻ അല്പസമയം മാത്രം ബാക്കി നിൽക്കെ ഇവരോട് യാത്ര ചെയ്യാനാകില്ലെന്നും വിമാനത്തിൽ നിന്ന് ഇറങ്ങണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. വിശ്രമമുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഹെലൻ ക്ഷീണിതയായിരുന്നു. ഇത് താൻ ഭക്ഷണം കഴിച്ച ഉടൻ ആയതിനാലാണെന്നും പതിവാണെന്നുമാണ് ഇവർ പറഞ്ഞത്. അതുപോലെ നന്നായി വിയർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ലക്ഷണങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ജീവനക്കാർ ഇവരോട് വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ താൻ പ്രമേഹ രോഗിയായതിനാൽ ദീർഘനേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുപോലെ ക്ഷീണമുണ്ടാവുന്നത് പതിവാണ്. ആർത്തവ വിരാമത്തോട് അടുത്ത് നിൽക്കുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അമിതമായ വിയർപ്പെല്ലാം ഇതിന്റെ ഭാഗമാണ്. തനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് ഇവർ പറഞ്ഞു. എന്നിട്ടും യാത്രയ്ക്ക് അനുമതി നൽകാതെ വിമാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ജീവനക്കാർ നിർദ്ദേശിക്കുകയായിരുന്നുവെന്നാണ് ഹെലൻ പറയുന്നത്. അതേസമയം ഹെലന്റെ ആരോഗ്യനില വിദഗ്ധരെത്തി പരിശോധിച്ചപ്പോൾ തൃപ്തികരമല്ലെന്ന് കണ്ടാണ് വിമാനത്തിൽ നിന്നിറങ്ങാൻ നിർദ്ദേശിച്ചതെന്നാണ് ഫ്ലൈറ്റ് ജീവനക്കാർ അറിയിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.